എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് ഒരുക്കുന്ന വെഡിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ബിബിൻ ജോർജ് നിർവഹിച്ചു. കല്യാണ പാർട്ടികൾക്കായി ഇന്നേവരെ ഒരുക്കിയിട്ടുള്ളവയും പുതുപുത്തൻ കളക്ഷനുമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വെഡിംഗ് ഫെസ്റ്റ് കല്യാണരാവ് ആരംഭിച്ചിരിക്കുന്നത്. എടപ്പാളിലിനി കല്യാണരാവ്. വിവാഹ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ പുതുപുത്തൻ മോഡലുകളിലും തനിമയിലും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് ബ്യൂട്ടി സിൽക്സിൽ തുടക്കമായി. പ്രശസ്ത സിനിമാ താരം ബിബിൻ ജോർജ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മലബാറിലേക്ക് വണ്ടി എടുക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നെ ഹാപ്പിയാക്കുന്നത്. ഒന്ന്, നല്ല ഭക്ഷണം. രണ്ട്, നല്ല മനുഷ്യരെ കാണാം. അതാണ് മലബാറിലേക്ക് വണ്ടി കയറിയുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഞാൻ ഈ പരിപാടി സത്യത്തിൽ ഇന്നെന്റെ കൂടൽ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ കോഴിക്കോട് കക്കുടിയിൽ നടക്കുകയാണ്. അപ്പൊ എന്നോട് ആദ്യമായിട്ട് ഷുഹൈബ് ഒരു പരിപാടിയായിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ ടൈം റണ്ണ് ഓടിയെത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കാണ്. പക്ഷെ ഞാൻ വരാമെന്ന് തീരുമാനിച്ചതും എല്ലാം ഈ ഷുഹൈബ് വിളിച്ചതിന്റെ ഒരു സ്നേഹത്തില്, ഇവിടുത്തെ ഈ ബ്യൂട്ടി സിൽക്സുകാരുടെ സ്നേഹത്തില്. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് മലബാറുകാരുടെ മുഴുവൻ സ്നേഹവും നമ്മൾ ഉൾക്കൊണ്ടു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. കല്യാണ പാർട്ടികൾക്കായി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതുപുത്തൻ കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് നടന്നു. വിജയികൾക്ക് 10,000, 5,000, 3,000 രൂപ എന്നിങ്ങനെയായി വിതരണം ചെയ്തു. കൂടാതെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ 5 സ്കൂട്ടറുകൾക്കായുള്ള ബമ്പർ നറുക്കെടുപ്പിന്റെ കൂപ്പണുകളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. 15,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കൂപ്പണുകൾ ലഭ്യമാവുക. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത ഗായകർ പങ്കെടുത്ത ഇഷൽ നൈറ്റും നടന്നു. കൂടാതെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. പരിപാടിയിൽ മാനേജിംഗ് ഡയറക്ടർ മുബാറക്, ബ്യൂട്ടി സിൽക്ക് സിഇഒ റാസിഖ്, ഡയറക്ടർമാരായ ഫിറോസ്, ഷെരീഫ്,
ഹിലാൽ, ഇൻസാഫ്, ലുക്മാൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.